Hi students, നമുക്ക് മൊഡ്യൂൾ 6 സ്റ്റാർട്ട് ചെയ്യാം. മൊഡ്യൂൾ 6 ന്യൂമറിക്കൽ മെത്തേഡ്സ് ഓൾറെഡി മൊഡ്യൂൾ 5th മൊഡ്യൂളിൽ പഠിച്ചത് തന്നെയാണ് അതിൻ്റെ തുടർച്ചയായിട്ട്. ഓക്കെ, അപ്പോൾ ഹിയർ വി ക്യാൻ സ്പ്ലിറ്റ് ദ മൊഡ്യൂൾ ഇൻ ടു 3 പാർട്സ്. ഫസ്റ്റ് വൺ, സൊല്യൂഷൻ ഓഫ് ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. സെക്കൻഡ്, ന്യൂമറിക്കൽ ഇൻ്റഗ്രേഷൻ. തേർഡ്, ന്യൂമറിക്കൽ സൊല്യൂഷൻ ഓഫ് ഫസ്റ്റ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. Here our first part contains solution of system of linear equations using numerical methods. ഇവിടെ നമ്മൾ രണ്ട് ന്യൂമറിക്കൽ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഗോസ് എലിമിനേഷൻ ആൻഡ് സെക്കൻഡ് ഈസ് ഗോസ് സീഡൽ ഐട്രേഷൻ മെത്തേഡ്. ഓക്കെ, സോ എന്താണ് ഗോസ് എലിമിനേഷൻ, എന്താണ് ഗോസ് സീഡൽ ഐട്രേഷൻ മെത്തേഡ്, ഇത് വെച്ച് എങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യണമെന്ന് നോക്കാം. കൺസിഡർ ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് a11 x1 plus a12 x2 plus a1n etc plus a1n xn equal to b1, a21 x1 plus a22 x2 plus etc plus a2n xn equal to b2. ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്ത് ചെയ്യാം, എ എക്സ് ഈക്വൽ ടു ബി എന്ന മെട്രിക്സ് ഫോമിലേക്ക് നമുക്കിതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. വേർ എ ഈസ് ദ കോഎഫിഷ്യന്റ് മെട്രിക്സ്, എക്സ് ഈസ് ദ വേരിയബിൾ മെട്രിക്സ് ആൻഡ് ബി ഈസ് ദ കോൺസ്റ്റൻറ്റ് മെട്രിക്സ്, റൈറ്റ് സൈഡ് കോൺസ്റ്റൻറ്റ് മെട്രിക്സ്. ഓക്കെ, അപ്പോൾ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട് എങ്ങനെയാണ് ഗോസ് എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ യൂസിങ് ഗോസ് എലിമിനേഷൻ മെത്തേഡ് we just form the augmented matrix. First we form the augmented matrix AB. Augmented matrix AB means A first coefficient matrix A, then അതിൻ്റെ ലാസ്റ്റ് കോളമായിട്ട് മെട്രിക്സ് ബി കൂടി വന്നാൽ augmented matrix AB ആയി. ഇനി ഇതിൽ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, റോ ട്രാൻസ്ഫോർമേഷൻ മാത്രം നടത്തി ഈ ഓഗ്മെൻറ്റഡ് മെട്രിക്സിനെ ഒരു അപ്പർ ട്രയാങ്കുലാർ മെട്രിക്സ് ആക്കി റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ അപ്പർ ട്രയാങ്കുലാർ മെട്രിക്സ് എന്ന് വെച്ചാൽ ഡയഗണൽ എൻട്രീസ് ആയ A11, A22, A33 എക്സെട്ര ANN, ഈ ഒരു അപ്പർ ട്രയാങ്കുലാർ മെട്രിക്സ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യണം, ഡയഗണൽ എൻട്രീസ് ബിലോയുള്ള എലമെൻസിനെ എല്ലാം 0 ആക്കണം. എന്ത് ട്രാൻസ്ഫോർമേഷൻ, റോ ട്രാൻസ്ഫോർമേഷൻ മാത്രം നടത്തിക്കൊണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ അപ്പർ ട്രയാങ്കുലാർ മെട്രിക്സ് ആക്കി റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ വഴി നമ്മുടെ സൊല്യൂഷൻ കാണാം. ഇതാണ് ഗോസ് എലിമിനേഷൻ മെത്തേഡ്. ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് എങ്ങനെ നമുക്ക് ഗോസ് എലിമിനേഷൻ വെച്ച് സിസ്റ്റം സോൾവ് ചെയ്യാമെന്ന് കാണാം. ഓക്കെ, സോ യൂസിങ് ഗോസ് എലിമിനേഷൻ മെത്തേഡ് സോൾവ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. x1 plus 2x2 plus x3 equal to 3, 2x1 plus 3x2 plus 2x3 equal to 5, 3x1 minus 5x2 plus 5x3 equal to 2, 3x1 plus 9x2 minus x3 equal to 4. ഓക്കെ, ഗോസ് എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്ത് നമ്മൾ സിസ്റ്റം സോൾവ് ചെയ്യാൻ ഫസ്റ്റ് ഫോം ചെയ്യേണ്ടത് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബി. ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബി, എ എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് മെട്രിക്സ്, ബി റൈറ്റ് സൈഡ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ എ കോഎഫിഷ്യന്റ് മെട്രിക്സിൻ്റെ ലാസ്റ്റ് കോളമായിട്ട് ആ റൈറ്റ് സൈഡ് കോൺസ്റ്റൻറ്റ് വന്നാൽ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബി ആയി. എ കോഎഫിഷ്യന്റ് മെട്രിക്സ് എന്താ, ഫസ്റ്റ് റോ 1 2 1, സെക്കൻഡ് റോ 2 3 2, തേർഡ് റോ 3 -5 5, ഫോർത്ത് റോ 3 9 -1. ഓക്കെ, അതിൻ്റെ ലാസ്റ്റ് കോളമായിട്ട് 3 5 2 4 റൈറ്റ് സൈഡ് കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ മെട്രിക്സ് ബി. ഓക്കെ, അത് ലാസ്റ്റ് കോളമായിട്ട് വന്നു. അപ്പോൾ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ഫോം ചെയ്തു. ഇനി അടുത്ത് ചെയ്യേണ്ടത് എന്താണ്, ഇവിടെ അപ്പർ ട്രയാങ്കുലാർ മെട്രിക്സ് ആയിട്ട് ഇതിനെ റെഡ്യൂസ് ചെയ്യണം യൂസിങ് റോ ട്രാൻസ്ഫോർമേഷൻ ഓൺലി. ഓക്കെ, അപ്പോൾ അപ്പർ ട്രയാങ്കുലാർ മെട്രിക്സ് ആക്കാന്ന് വെച്ചാൽ നമ്മുടെ ഡയഗണൽ എൻട്രീസിൻ്റെ താഴെയുള്ളത്, നമ്മുടെ ഡയഗണൽ എൻട്രീസിൻ്റെ ബിലോ എലമെൻസിനെ എല്ലാം നമുക്ക് എന്താക്കണം, 0 ആക്കി മാറ്റണം. ഇപ്പോൾ ഇവിടെ A11 A12 A11 A22 A33 then A44. ഓക്കെ, ഇത് 0 ആയിട്ടോ നോൺ 0 ആയിട്ടോ എക്സിസ്റ്റ് ചെയ്തോട്ടെ, പക്ഷേ മാക്സിമം ഡയഗണൽ എൻട്രീസിന് ബിലോ എലമെൻറ്റ്സ് എല്ലാം 0 ആവണം. മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ നോക്കുക. ഇവിടെ ഓർക്കുക, റോ ട്രാൻസ്ഫോർമേഷൻ മാത്രമാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഇക്വേഷൻസിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യൽ, വേരിയബിൾസിൻ്റെ വാല്യൂവിന് മാറ്റം വരും. ഓക്കെ, അപ്പോൾ റോ ട്രാൻസ്ഫോർമേഷൻ നടത്തി നമ്മൾ എങ്ങനെയാണ് ഇതിനെ റെഡ്യൂസ് ചെയ്യണമെന്ന് നോക്കാം. ഫസ്റ്റ് A11 എന്ന എലമെൻറ്റ് ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യുന്നത്, ഈ ഫസ്റ്റ് A11ന് ബിലോ ആയിട്ടുള്ള ഫസ്റ്റ് കോളത്തിലെ ബാക്കി എല്ലാ എൻട്രീസിനെയും നമ്മൾ എന്ത് ചെയ്യും, 0 ആക്കി മാറ്റും. സോ ഫോർ ദിസ് 1 2 1 3 ഫിക്സ് ദ റോ R1, ദെൻ R2, ഈ എലമെൻറ്റ് 2 ആണ്, ഇവിടെ 0 കൊണ്ടുവരണം. എന്താ ചെയ്യുക, R2 എന്ന സെക്കൻഡ് റോയെ 2 times R1, ഓക്കെ, വെച്ച് സബ്ട്രാക്ട് ചെയ്തത് R2 ഗീവ്സ് R2 മൈനസ് 2 times R1. ഏതാണോ അവിടെ ചെയ്യുന്ന റോ ട്രാൻസ്ഫോർമേഷൻ അതിൻ്റെ ഇക്വേഷൻ അവിടെ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കണം. സോ 2 - 2 is 0, 3 - 4 is -1,
2 minus 2 again 0, 5 minus 6 it is minus 1. Okay, 2 times R1 multiply ചെയ്യുന്നു, then R2 ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുന്നു. ഓക്കെ, അടുത്തത് ഈ എലമെൻറ്റ് 0 ആക്കണം. R3യിലെ ഫസ്റ്റ് എലമെൻറ്റ് 0 ആക്കണം. ഈ 3 ആണ്, ഇവിടെ 1 ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? R3 gives R3 minus 3 times R1. Okay, so 3 minus 3 is 0, minus 5, minus 6 is minus 11, 5 minus 3 is 2, 2 minus 9 is minus 7. And last row, again first element 3 ആണ്, 3 minus 3 ചെയ്താൽ 0 ആകും. So R4, the fourth row is R4 minus 3 R1. Okay, so 3 minus 3 0, 9 minus 6 that is 3, minus 1 minus 3 it is minus 4, 4 minus 9, right? 4 minus 9 is minus 5. So first row reduced ചെയ്ത് നമുക്ക് കിട്ടിയ സ്റ്റെപ്പാണിത്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യുക? അപ്പോൾ നമുക്ക് ഫസ്റ്റ് എൻട്രിയുടെ താഴെയുള്ള എലമെൻറ്റ്സ് എല്ലാം 0 ആയി. ഇനി അടുത്ത ഡയഗണൽ എൻട്രി ആയ -1, അതിന് താഴെയുള്ള 2 എലമെൻറ്റ്സ് എടുപ്പുണ്ട്. ആ 2 എലമെൻറ്റ്സിന് 0 ആകണം. അതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്നത്. ഓ മാട്രിക്സ് 1 2 1 3. ദെൻ ഇവിടെ നോക്കുക, -11 ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റോ ആയിട്ട് ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ എന്ത് അഡീഷനോ സബ്ട്രാക്ഷനോ എന്ത് തന്നെ നടത്തിയാലും നമ്മൾ 0 ആക്കി വെച്ചിരിക്കുന്ന എലമെൻറ്റ്സ് നോൺ 0 ആയിട്ട് മാറും. അതുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് സെക്കൻഡ് റോ ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ R2നെ നമുക്ക് ഫിക്സ് ചെയ്യണം. സോ 0 -1 0 -1. ദെൻ R2 gives, R3 തേർഡ് റോ, R3 gives എലമെൻറ്റ് 0 ആക്കേണ്ടത് ഈ എലമെൻ്റ് ആണ്. -11 ആണ് ഇവിടെ. അപ്പോൾ ഒരു 11 കൊണ്ട് R2 മൾട്ടിപ്ലൈ ചെയ്ത് സബ്ട്രാക്ട് ചെയ്താൽ മതി. സോ R3 minus 11 R2. ദെൻ 0 -11 minus -11 it is 0, 2 minus 0 2, -7 minus -11 it is -7 plus 11 it is 4. And R4 gives fourth row element 3 ആണ്. -1 കമ്പൈൻ ചെയ്ത് 0 ആക്കണമെങ്കിൽ ഇവിടെ ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക സെക്കൻഡ് റോയെ, എന്നിട്ട് എന്ത് ചെയ്യുക, ആഡ് ചെയ്താൽ മതി. സോ R4 plus 3 R2. Then we get 0, 3 minus plus minus 3 0, -4 the 2 ആണ് 2, -5 minus 3 it is -8, right? So അടുത്ത സ്റ്റെപ്പിൽ ഇനി ഏത് എൻട്രിയാണ് 0 ആക്കേണ്ടത്? A11 ഉണ്ട്, A22 ഉണ്ട്, A33. A33യുടെ ബിലോ ഉള്ള ഈ ഒരു എലമെൻറ്റ് 0 ആക്കണം. അതായത് ഇനി അടുത്ത പ്രോസസ്സ് എന്ന് വെച്ചാൽ അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് ഈ എലമെൻറ്റിനെ 0 ആക്കാൻ എന്ത് ചെയ്യാം? അപ്പോൾ ഇവിടെ ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും നമ്മൾ വിട്ടു, കാരണം അതുമായിട്ട് ഓപ്പറേറ്റ് ചെയ്താൽ ഇത് നോൺ 0 എലമെൻറ്റ്സ് ആയിട്ട് മാറും. ഇനി ഇതാ തേർഡ് റോയിൽ ഒരു 2 ഉണ്ട്, ഇവിടെ -4 ആണ്. 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, റൈറ്റ്? അപ്പോൾ ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും നമ്മൾ എടുക്കണില്ല. 1 2 1 3. Then 0 -1 0 -1. Then 0 0 2 4. R3 ഫിക്സ് ചെയ്തു. Then R4 gives R4 minus 2 R3, right? -4, okay, പ്ലസ് ചെയ്താൽ മതി, ഓപ്പോസിറ്റ് സൈൻ എടുക്കണേ. അപ്പോൾ -4 + 4. സോ 0 0 0 അഗെയിൻ -8 + 8 ടൈം കൂടി എലിമിനേറ്റ് ആകും. സോ 0 0 0 0. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യുക? അപ്പോൾ നമുക്ക് എന്താ കിട്ടി? ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ഫോമിൽ കിട്ടി, റൈറ്റ്? ഡയഗണൽ എൻട്രിയുടെ ബിലോ എലമെൻറ്റ്സ് എല്ലാം 0 ആയിട്ട് റെഡ്യൂസ് ചെയ്തു. ഇനി ഇവിടെ നിന്ന് വീണ്ടും നമ്മുടെ ഇക്വേഷൻ, ഏതാ ഇക്വേഷൻ? AX = B എന്ന ഇക്വേഷൻ കൺസിഡർ ചെയ്യുന്നു. അവിടെ നമുക്ക് എയും ബിയും ഇവിടെ നിന്ന് ചൂസ് ചെയ്യുന്നു. നമ്മളുടെ ഓഗുമെൻറ്റഡ് മെട്രിക്സിൽ ഈ ലാസ്റ്റ് കോളം ഒഴിവാക്കിയാൽ കാണുന്നതാണ് കോഎഫിഷ്യന്റ് മെട്രിക്സ് എ. സോ നമ്മുടെ ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൽ നിന്ന് നമ്മൾ വീണ്ടും ഇക്വേഷൻ ഫോം ചെയ്യാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ AX = B. Then A, the coefficient matrix A is 1 2 1, 0 -1 0, 0 0 2, 0 0 0, right?
Then what is x? X is the variable matrix. ഇവിടെ വേരിയബിൾ ആരാ? x1, x2, x3. So x1, x2, x3. Then b, റൈറ്റ് സൈഡ് മെട്രിക്സ്. ഇപ്പോൾ നമ്മൾ റെഡ്യൂസ് ചെയ്തതിൽ നിന്ന് ആ ലാസ്റ്റ് കോളം അത് തന്നെയാണ് b. 3 minus 1 0. റൈറ്റ്. ദെൻ ടേക്ക് ദ പ്രോഡക്റ്റ് ഓർ ഇക്വേഷൻ ഫോമിലേക്ക് മാറ്റിയാൽ കിട്ടുന്നത് എന്താ? x1 plus 2x2 plus x3. x1 plus 2x2 plus x3 equal to right side element 3. Then 0x1 minus x2 plus 0x3, that is minus x2 equal to minus 1. Again 0x1 plus 0x2 plus 2x3, then 2x3 equal to 0. Sorry, 2x3 equal to third element 4. Okay, then last equation 0x1 plus 0x2 plus 0x3 equal to 0. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഈ ഒരു ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്തു. ഇനി വളരെ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്ത് വേരിയബിൾ വാല്യൂസ് കാണാം. സോ ഫ്രം അവർ ലാസ്റ്റ് ഇക്വേഷൻ we get the value of x3 equal to 4/2 and the value is 2. Then from equation number 2 we get x2 minus x2 equal to minus 1 gives x2 equal to 1. Okay, x3 equal to 2, x2 equal to 1. And from our first equation or substitute these two values in equation 1, we get the value of x1 plus 2 into x2 is 1 plus x3 is 2 equal to 3, which gives x1 equal to 3 minus 4 equal to minus 1. Hence we get the solution x1 equal to minus 1, x2 equal to 1 and x3 equal to 2. Okay, ഇതാണ് ഗോസ് എലിമിനേഷൻ മെത്തേഡ്. Gauss elimination method. Using Gauss elimination method solve the system 2x plus z equal to 3, x minus y minus z equal to 1, 3x minus y equal to 4. So we first form the augmented matrix, then reduce the matrix into an upper triangular matrix using suitable row transformation. Okay, then ലാസ്റ്റ് ഇക്വേഷൻ ഫോം ചെയ്യുന്ന സ്റ്റെപ്പിൽ വരുമ്പോൾ എന്ത് വരിക? 2 ഇക്വേഷൻ 3 വേരിയബിൾസ് എക്സും വൈയും ഇസഡും 3 വേരിയബിൾസ് ഉണ്ട്. ഇക്വേഷൻ്റെ എണ്ണം 2. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എക്സിസ്റ്റ് ചെയ്താൽ നമ്മളെങ്ങനെ സൊല്യൂഷൻ കാണും? വേരിയബിളിൻ്റെ എണ്ണം ഇക്വേഷൻ്റെ എണ്ണത്തേക്കാൾ കൂടുതലാണെങ്കിൽ എത്ര എണ്ണമാണോ എത്ര വേരിയബിൾസ് ആണോ എണ്ണം കൂടുതൽ, ആ ഒരു ഡിഫറൻസ് ഇക്വേഷനും വേരിയബിൾസിൻ്റെ എണ്ണവും തമ്മിലുള്ള ഡിഫറൻസ് എടുത്തിട്ട് അത്രയും വേരിയബിൾസിന് നമ്മൾ പാരാമെട്രിക് വാല്യൂസ് അല്ലെങ്കിൽ ആർബിട്രറി വാല്യൂസ് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യണം? ഇസഡ് എന്ന വേരിയബിളിന് ടി എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പാരാമെട്രി വാല്യൂ ടി കൊടുക്കുകയാണ്. ദെൻ ഈ ടിയുടെ ടേംസിലായിരിക്കും അടുത്ത വൈയും എക്സും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത്. ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ വഴി ഇസഡ് ഈക്വൽ ടു ടി, ദെൻ വൈ ഈക്വൽ ടു 1/2 മൈനസ് 3/2 ടി ആൻഡ് എക്സ് ഈക്വൽ ടു 3/2 മൈനസ് 1/2 ടി. സോ ടി ഏത് വാല്യൂ ചൂസ് ചെയ്യുന്നു അതിനനുസരിച്ച് നമുക്ക് ഓരോ സൊല്യൂഷൻസ് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും. എവിടെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് വന്നാൽ റെഡ്യൂസ്ഡ് ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആക്കി ഗോസ് എലിമിനേഷൻ മെത്തേഡിൽ റെഡ്യൂസ് ചെയ്താൽ വേരിയബിൾസിൻ്റെ എണ്ണം ഇക്വേഷൻ്റെ എണ്ണത്തേക്കാൾ കുറഞ്ഞു നിന്നാൽ നമുക്ക് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ എന്ന സിറ്റുവേഷനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യൂസിങ് ഗോസ് എലിമിനേഷൻ മെത്തേഡ് find the solution for the system 4y plus 3z equal to 8, 2x minus z equal to 2, 3x plus 2y equal to 5. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബി ഫോം ചെയ്യുന്നു, എ ബി ഫോം ചെയ്ത് റെഡ്യൂസ് ചെയ്യുന്നു. ഇപ്പോൾ എ ബി ഫോം ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർക്കുക, ഫസ്റ്റ് എൻട്രി 0 ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എൻട്രി 0 വരുന്നത്. അതിനെ എന്ത് ചെയ്യുക? നോൺ സീറോ ആക്കാനായിട്ട് ഇൻ്റർചേഞ്ച് ചെയ്യുന്നു, R2ഉം R1ഉം തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. ദെൻ ഇവിടുന്ന് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ഫോം ചെയ്യുന്നു. സ്യൂട്ടബിൾ റോ ട്രാൻസ്ഫോർമേഷൻ വഴി അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ഫോം ചെയ്തു. ഇക്വേഷൻസ് അവിടെ നിന്ന് എ എക്സ് ഈക്വൽ ടു ബി ഇക്വേഷൻ ഫോം ചെയ്യുന്നു. ഈ ഇക്വേഷൻ ഫോം ചെയ്യുന്ന സിറ്റുവേഷനിൽ ഒരു ലാസ്റ്റ് എലമെൻറ്റ് നോക്കുക, നമ്മുടെ ലാസ്റ്റ് ഇക്വേഷൻ നോക്കുക, 0 ഈക്വൽ ടു -2 എന്നൊരു ഫോൾ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് നമ്മൾ എത്തുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ഒക്കെ റെഡ്യൂസ് ചെയ്തു. ദെൻ എ എക്സ് ഈക്വൽ ടു ബി എന്ന ഇക്വേഷൻ ഫോം ചെയ്യുന്നു. വീണ്ടും അവിടെ കിട്ടുന്നത് ഒരു റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് എങ്കിൽ ഇത്തരം സിറ്റുവേഷനിൽ നമുക്ക് സിസ്റ്റം ഹാസ് നോ സൊല്യൂഷൻ എന്ന കൺക്ലൂഷനിൽ എത്തേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇത് ശ്രദ്ധിക്കുക, ഇവിടെ 2 പോയിൻറ്റ്സ് പറഞ്ഞു. ഫസ്റ്റ് വൺ, ഓഗ്മെൻറ്റഡ്
ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ഫോം ചെയ്യുമ്പോൾ ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് നോൺ സീറോ ആക്കി മാറ്റണം. സെക്കൻഡ് കേസ് സിസ്റ്റം സോൾവ് ചെയ്യണ ലാസ്റ്റ് സ്റ്റെപ്പിൽ ഇക്വേഷൻ ഫോം ചെയ്യുമ്പോൾ എക്സിസ്റ്റ് ചെയ്യാത്തൊരു കേസ് അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് നമ്മൾ എത്തുകയാണെങ്കിൽ സിസ്റ്റം ഹാസ് നോ സൊല്യൂഷൻ എന്ന കൺക്ലൂഷനിൽ എത്തുക. അപ്പോൾ ഇതുപോലെ 3 ടൈപ്പാണുള്ളത്. നമുക്ക് ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ യുണീക്ക് സൊല്യൂഷൻ കിട്ടുന്നു, സെക്കൻഡ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ, ആൻഡ് തേർഡ് വൺ ഈസ് ദ സിസ്റ്റം ഹാസ് നോ സൊല്യൂഷൻ. ഓക്കെ, ഇപ്പോൾ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഗോസ് എലിമിനേഷൻ മെത്തേഡിൽ സോൾവ് ചെയ്യുകയാണെങ്കിൽ ഈ 3 സ്റ്റെപ്പ് ഓർക്കുക. റൈറ്റ്. നെക്സ്റ്റ് മെത്തേഡ് ഈസ് ഗോസ് സീഡൽ ഐറ്ററേഷൻ മെത്തേഡ്. ഗോസ് സീഡൽ ഐറ്ററേഷൻ മെത്തേഡ് വെച്ച് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് ഫസ്റ്റ് നെസസറി കണ്ടീഷൻ ഫോർ a sufficient condition for the Gauss-Seidel iteration method is the coefficient matrix A must be diagonally dominant. എന്താണ് diagonally dominant matrix എന്താണെന്നുള്ളത് പ്രോബ്ലം ചെയ്യുന്ന ടൈമിൽ പറയാം. അപ്പോൾ Gauss-Seidel iteration നമ്മൾ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൽ നിന്നും എത്ര വേരിയബിൾസ് ആണോ ഉള്ളത് അത്രയും വേരിയബിൾസ് ആ ഓരോ ഇക്വേഷനിൽ നിന്നും നമ്മൾ ഫോം ചെയ്യുന്നു. അതായത് ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് x1, സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് x2, അങ്ങനെ n ഇക്വേഷൻസ് ആണ് അവിടെ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ nth വേരിയബിളായി xn വരെ ഫോം ചെയ്യുന്നു. അങ്ങനെ ഫസ്റ്റ് തൊട്ട് n വരെയുള്ള ആ സ്റ്റെപ്സ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റിൽ ഇക്വേഷൻസിൽ നിന്ന് വേരിയബിൾസ് ഫൈൻഡ് ചെയ്യുന്ന, അതായത് വേരിയബിൾസിൻ്റെ വാല്യൂ കാണുന്ന ആ ഒരു സ്റ്റെപ്പ് 1, 2, 3 എങ്ങനെ നമ്മൾ ഇക്വേഷൻസ് ആയിട്ട് മാറ്റി എഴുതുന്നു. ഓക്കെ, ഇനി ഈ ഇക്വേഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഐട്രേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഐട്രേഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരു ഇനിഷ്യൽ വാല്യൂ വേണം. ആ ഇനിഷ്യൽ വാല്യൂ ഒന്നുകിൽ പ്രോബ്ലത്തിൽ തന്നിരിക്കും, അല്ലെങ്കിൽ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇനിഷ്യൽ വാല്യൂ ചൂസ് ചെയ്യാം. നമ്മൾ സാധാരണ എടുക്കുന്ന ഇനിഷ്യൽ വാല്യൂ എന്ന് വെച്ചാൽ 0 ആയിരിക്കും ഇനിഷ്യൽ വാല്യൂ ആയിട്ട് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ചെയ്യുക, പ്രോബ്ലത്തിൽ ഒന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല എങ്കിൽ x1, x2, x3യുടെയൊക്കെ ഇനിഷ്യൽ വാല്യൂ ആയിട്ട് നിങ്ങൾക്ക് 0s ചൂസ് ചെയ്യാം. Gauss-Seidel iteration method. Solve using Gauss-Seidel iteration method. ഇതൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്, KTU 2018 ക്വസ്റ്റ്യൻ ആണ്. 6x plus 15y plus 2z equal to 72, 27x plus 6y minus z equal to 85, x plus y plus 54z equal to 110. ഓക്കെ, ഇപ്പോൾ Gauss-Seidel iteration മെത്തേഡ് യൂസ് ചെയ്യണമെങ്കിൽ നെസസറി കണ്ടീഷൻ ഫോർ Gauss-Seidel iteration method is the coefficient matrix A must be diagonally dominant. അപ്പോൾ എന്താ diagonally dominant? ഞാൻ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞിരുന്നു, പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഹിയർ ദ മെട്രിക്സ് A, coefficient matrix A is 6, 15, 2 and 27, 6 minus 1, 1, 1, 54. ഈ കോഎഫിഷ്യന്റ് മെട്രിക്സിലെ ഡയഗണൽ എൻട്രീസ് ഏതൊക്കെയാണ്? 6, 6, 54. ഫസ്റ്റ് റോയിലെ ഡയഗണൽ എൻട്രി അതിലെ ബാറ്റ് 2 എലമെൻസിൻ്റെ സമ്മിനേക്കാൾ വലുതായിരിക്കണം ഡയഗണലി ഡൊമിനൻ്റ് ആവണമെങ്കിൽ മെട്രിക്സ്. അപ്പോൾ ഇവിടെ 6 ആണ്, ബാറ്റ് 2 എലമെൻറ്റിൻ്റെ സമ്മിനേക്കാൾ ചെറുതാണ്. ഈ സെക്കൻഡ് റോയിലും അതേപോലെ ഡയഗണൽ എലമെൻറ്റ് മറ്റ് 2 എണ്ണത്തിൻ്റെ സമ്മിനേക്കാൾ ചെറുതാണ്. ലാസ്റ്റ് റോ കുഴപ്പമില്ല, ലാസ്റ്റ് റോ കറക്റ്റാണ്. പക്ഷേ ഇവിടെ രണ്ടും ഇതെന്ത് ചെയ്തിരിക്കുന്നു, ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് മറ്റ് 2ൻ്റെ സമ്മിനേക്കാൾ, മറ്റ് 2 എലമെൻറ്റ്സിൻ്റെ സമ്മിനേക്കാൾ ചെറുതാണെങ്കിൽ നമ്മൾ ഇത് ഇൻ്റർചേഞ്ച് ചെയ്ത് ഡയഗണലി ഡൊമിനൻ്റ് ആക്കി മാറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് അറേഞ്ച് ചെയ്യേണ്ടത് എങ്ങനെയാണ്? Gauss-Seidel iteration മെത്തേഡിൽ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് നോക്കുക, കോഎഫിഷ്യന്റ് മെട്രിക്സ് എടുക്കുക, ഡയഗണലി ഡൊമിനൻ്റ് ആക്കി മാറ്റുക. അതിനായിട്ട് എന്ത് ചെയ്യാം, ഇൻ്റർചേഞ്ച് റോസ് R1 ആൻഡ് R2, അതായത് ഇക്വേഷൻസ് തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യുക. ഇത് ഫസ്റ്റ് ഇക്വേഷനായിട്ടും സെക്കൻഡ് ഇക്വേഷനാക്കി മാറ്റുക. റൈറ്റ്, അപ്പോൾ നമ്മൾ സൊല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സൊല്യൂഷൻ ദ ഫസ്റ്റ് ഇക്വേഷൻ ഈസ് 27x plus 6y minus z equal to 85. Second equation, it is 6x plus 15y plus 2z equal to 72 and x plus y plus 54z equal to 110. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ നോർമൽ രീതിയിൽ, അതായത് ഡയഗണലി ഡൊമിനൻ്റ് ആയിട്ട് കിടക്കണമെങ്കിൽ റീഅറേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഇതുപോലെ ഇക്വേഷൻസ് ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. ഹിയർ ദ കോഎഫിഷ്യന്റ് മെട്രിക്സ് A is 27, 6 minus 1, 6, 15, 2, 1, 1, 54. ഓക്കെ, ഇപ്പോൾ ഡയഗണലി ഡൊമിനൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. നോക്കുക, ഡയഗണൽ എലമെൻറ്റ് 27 മറ്റ് 2 എലമെൻറ്റിൻ്റെ സമ്മിനേക്കാൾ വലുത്.
ഹിയർ സെക്കൻഡ് റോയിലെ ഡയഗണൽ എലമെൻറ്റ് മറ്റ് രണ്ട് സമ്മിനേക്കാൾ വലുത്, ഇവിടെയും അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ദെർഫോർ എ ഈസ് ഡയഗണലി ഡൊമിനൻറ്റ്. സോ വി ക്യാൻ യൂസ് ദ ഗോസ് സീഡൽ ഐട്രേഷൻ മെത്തേഡ്. ഓക്കെ, എ ഈസ് ഡയഗണലി ഡൊമിനൻറ്റ്. ഇപ്പോൾ ഇത് എഴുതണം നിർബന്ധമല്ല, നിങ്ങൾ നോക്കിയിരുന്നാൽ മതി. സാറ്റിസ്ഫൈ ആണെങ്കിൽ മാത്രമേ ഗോസ് സീഡൽ ഐട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാവൂ. ഓക്കെ, ദെൻ ഫസ്റ്റ് സ്റ്റെപ്പ്, ഗോസ് സീഡൽ ഐട്രേഷൻ ചെയ്യണ ഫസ്റ്റ് സ്റ്റെപ്പ്, ഈ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് വേരിയബിൾ എക്സ് ഫോം ചെയ്യുക, അല്ലെങ്കിൽ വാല്യൂ ഓഫ് എക്സ് കാണുക. ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു 27, എക്സ് ഈക്വൽ ടു 85 minus 6y plus z. Then x equal to 1/27 times 85 minus 6y plus z. Let it be equation number 1. And from the second equation, form the equation or find the value of y. Y equal to 1/15 times 72 minus 6x minus 2z. Let it be equation number 2. And from the last equation, find the value of z. Z equal to 1/54 times 110 minus x minus y. Okay, so Gauss seidel iteration method la a diagonally dominant ആണെങ്കിൽ കോഎഫിഷ്യന്റ് മാട്രിക്സ് diagonally dominant ആണെങ്കിൽ തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷനിൽ നിന്ന് എക്സ് വൈ ഇസഡ് ഫോം ചെയ്യുക 3 ഇക്വേഷൻസ്. ഈ 3 ഇക്വേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഐട്രേഷൻ മെത്തേഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ ഫോം ചെയ്തു. ദെൻ ഐട്രേഷൻ, ഫസ്റ്റ് ഐട്രേഷൻ സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് സ്റ്റാർട്ടിംഗ് വാല്യൂസ് വേണം. സ്റ്റാർട്ടിംഗ് വാല്യൂസ് എന്ന് വെച്ചാൽ നമുക്ക് ഒന്നുകിൽ ക്വസ്റ്റിനകത്ത് തന്നിരിക്കും യൂസിങ് ദ ഇനിഷ്യൽ വാല്യൂസ് എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ ടു ഇസഡ് ഈക്വൽ ടു എന്ന് പറയും. അങ്ങനെയൊന്നും തന്നിട്ടില്ല എങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം 0 സ്റ്റാർട്ടിംഗ് വാല്യൂ ആയിട്ട് ചൂസ് ചെയ്യാം. സോ സ്റ്റാർട്ടിംഗ് വിത്ത് ഇനിഷ്യൽ വാല്യൂസ്, സ്റ്റാർട്ടിംഗ് വിത്ത് ഇനിഷ്യൽ വാല്യൂസ്. ഞാനിവിടെ എന്ത് ചെയ്യണം, നമുക്ക് എക്സ് എടുക്കേണ്ട കാര്യമില്ല. എക്സിൻ്റെ വാല്യൂ കാണാനായിട്ട് വൈയും ഇസഡും ആണ് യൂസ് ചെയ്യുന്നത്. സോ വൈക്കും ഇസഡിനും ഞാൻ ഇനിഷ്യൽ വാല്യൂ ആയിട്ട് ചൂസ് ചെയ്യുന്നത് 0 ആണ്. സോ സ്റ്റാർട്ടിങ് വിത്ത് ഇനിഷ്യൽ വാല്യൂസ് y0 ഈക്വൽ ടു 0 ആൻഡ് z0 ഈക്വൽ ടു 0. ഓക്കെ, എങ്ങനെയാണ് ഫസ്റ്റ് ഐട്രേഷൻ നോക്കാം. ഫസ്റ്റ് ഐട്രേഷൻ, ഹിയർ from our equation 1, or equation 1 becomes the x, equation 1 il x എന്താ, x ന്റെ വാല്യൂ എന്താ 1/27 times 85 minus 6y plus z, right? Then we start with the initial values for y and z. Okay, so y y0, z z0 എന്ന് മാർക്ക് ചെയ്യുക. നമ്മൾ യൂസ് ചെയ്ത ഇനിഷ്യൽ വാല്യൂസ് അല്ലെങ്കിൽ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇനിഷ്യൽ വാല്യൂസ് കൊടുക്കുക. 27 1/27 times 85 minus 6 into 0 plus z value is also 0. Okay, so the solution, we get the solution as the first iterated value of x1. നമുക്ക് x1 എന്ന നൊട്ടേഷൻ കൊടുക്കണം. The first iterated value for x1 is 3.1481. Okay, simplify ചെയ്യുമ്പോൾ 3.1481. Then use this value. Then from our equation 2, find the value for y1. First iterated value for y. ഓക്കെ, വൈ ഇക്വേഷൻ നമ്പർ y2ൽ നമുക്ക് പറയാം y എന്ന് വെച്ചാൽ എന്താ 1/15 ടൈംസ് 72 മൈനസ് 6 മൈനസ് 2z. ഇതിൽ 6x മൈനസ് 2z. ഇവിടെ നമ്മൾ എക്സ് തൊട്ട് മുന്നത്തെ സ്റ്റെപ്പിൽ കണ്ടുവച്ചു, ആ വാല്യൂ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ x1. ദെൻ z നമുക്ക് അറിയില്ല, നമുക്ക് എന്ത് ചെയ്യാം, ഇനിഷ്യൽ വാല്യൂ തന്നെ എടുക്കണം. ഓക്കെ, അപ്പോൾ 1/15 ടൈംസ് 72 മൈനസ് 6 ഇൻറ്റു 3.x1, the first iterated value for x is 3.1481 minus 2 into z value is 0. Okay, then നമുക്കിവിടെ നിന്ന് കിട്ടുന്നത് y-യുടെ ഫസ്റ്റ് ഐട്രേറ്റഡ് വാല്യൂ ആണ് കിട്ടുന്നത്. സോൾവ് ചെയ്താൽ കിട്ടുന്നത് 3.5408. ഓക്കെ, സിംപ്ലിഫൈ ചെയ്ത് നോക്കുക, 3.5408 എന്ന് കിട്ടും. We have z equal to 1/54 times 110 minus x minus y.
ഓക്കെ, ഇവിടെ ഏത് എക്സും വൈയും യൂസ് ചെയ്യും? എക്സ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, ഫസ്റ്റ് ഐട്രേറ്റഡ് വാല്യൂ ഫോർ എക്സ് ആൻഡ് വൈ യൂസ് ചെയ്ത് നമ്മൾ ഇസഡിൻ്റെ ഫസ്റ്റ് ഐട്രേറ്റഡ് വാല്യൂ കാണുന്നു. അപ്പോൾ ഈ നൊട്ടേഷൻസ് x1 y1 z1 എന്തിനു കാണിക്കുക? ഫസ്റ്റ് ഐട്രേറ്റഡ് റൂട്ട്സ് അല്ലെങ്കിൽ സൊല്യൂഷൻ ആണ് കിട്ടുന്നത്, അതാണ് കാണിക്കുന്നത്. ഓക്കെ, സോ 1/54 ടൈംസ് 110 minus x1, it is 3.1481 and y1 3.5408, and after solving or simplifying we get the value for z is 1.9132. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഐട്രേഷനിൽ കിട്ടുന്ന വാല്യൂ. ദെൻ സെക്കൻഡ് ഐട്രേഷൻ ഇതേ പ്രോസസ്സ് തന്നെയാണ്. നമ്മൾ ഈ മൂന്ന് ഇക്വേഷനിൽ നിന്ന് എക്സും വൈയും ഇസഡും എഴുതുക തന്നെയാണ്. എഗെയിൻ ഇക്വേഷൻ 1 ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു 1/27 ടൈംസ് 85 മൈനസ് 6y പ്ലസ് ഇസഡ്. ഓക്കെ, ഇപ്പോൾ കിട്ടുന്നത് ഏതാണ്? സെക്കൻഡ് ഐട്രേറ്റഡ് വാല്യൂ ഫോർ എക്സ്. ആൻഡ് ഇവിടെ യൂസ് ചെയ്യുന്ന വൈയും ഇസഡും ഏതാണ്? തൊട്ട് മുൻപത്തെ സ്റ്റെപ്പിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഐട്രേഷനിൽ കിട്ടിയ വൈയും ഇസഡും ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് x2 കിട്ടുന്നത് 1/27 ടൈംസ് 85 മൈനസ് 6 ഇൻറ്റു y1 ഈസ് 3.5408 പ്ലസ് z1 ഈസ് 1.9132. ഓക്കെ, സോ ആഫ്റ്റർ സിംപ്ലിഫൈങ് we get the value for x for the second iterated value is 2.4322. ഓക്കെ, ഇതേ മെത്തേഡ് y2 കാണാനായിട്ട് അല്ലെങ്കിൽ സെക്കൻഡ് ഐട്രേറ്റഡ് വാല്യൂ ഫോർ y ഇക്വേഷൻ 2 gives ഇക്വേഷൻ 2 y എന്താണ്? y ഈക്വൽ ടു 1/15 ടൈംസ് 72 മൈനസ് 6x മൈനസ് 2z, റൈറ്റ്? ആൻഡ് ഇത് ഏത് എക്സും ഏത് ഇസഡും കൊടുക്കും. എക്സ് തൊട്ട് മുൻപത്തെ സ്റ്റെപ്പിലുള്ള എക്സ് വാല്യൂ, ഇസഡ് നമ്മൾ ഇതുവരെ കണ്ടില്ലല്ലോ സെക്കൻഡ് ഐട്രേഷനിൽ, ഫസ്റ്റ് ഐട്രേഷനിൽ കിട്ടിയ ഇസഡ് വാല്യൂ. സോ ഇത് z1 ആകും. ഓക്കെ, അപ്പോൾ 1/15 ടൈംസ് 72 മൈനസ് 6 ഇൻറ്റു x2 ഈസ് 2.4322. 2 മൈനസ് 2 ഇൻറ്റു z1 ഈസ് 1.9132 തൊട്ട് മുൻപത്തെ സ്റ്റെപ്പിൽ ഫസ്റ്റ് ഐട്രേറ്റഡ് സ്റ്റെപ്പിൽ കിട്ടിയ ഇസഡ് വാല്യൂ. ഓക്കെ, സോ ആഫ്റ്റർ സിംപ്ലിഫൈങ് y2 ഈസ് 3.5720. സിമിലർലി ഇക്വേഷൻ 3 gives the value for z. We have z is 1/54 times 110 minus x minus y. ഇപ്പോൾ ക്ലിയർ ആയിരിക്കും നിങ്ങൾക്ക് ഏത് എക്സും ഏത് വൈയും ആണ്? തൊട്ട് മുൻപത്തെ സ്റ്റെപ്പിലുള്ള എക്സും വൈയും ആണ്, അതായത് x2 ആൻഡ് y2. സോ 1/54 ടൈംസ് 110 മൈനസ് x2 ഈസ് 2.4322 മൈനസ് y2 ഈസ് 3.5720. ഓക്കെ, ആൻഡ് വി ഗെറ്റ് ദ വാല്യൂ ഫോർ ഇസഡ്. സിംപ്ലിഫൈ ചെയ്താൽ ഇസഡിൻ്റെ വാല്യൂ കിട്ടും. ഇതുപോലെ ഈ ഒരു പ്രോസസ്സ് എവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇവിടെ എക്സ് കിട്ടി, വൈ കിട്ടി, ഇസഡ് വാല്യൂ എന്ന് പറയുന്നത് 1.92, ഫസ്റ്റ് Z1 1.9132 ആയിരുന്നു. ഇവിടെ സിംപ്ലിഫൈ ചെയ്താൽ 1.9258 എന്ന് കിട്ടും. ഇങ്ങനെ എക്സ് വൈ ഇസഡ് വാല്യൂസ് ഇതുപോലെ ഐട്രേഷൻ സ്റ്റെപ്പ് ഈ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഏത് സ്റ്റെപ്പ് വരെ? നമുക്ക് ഏതൊരു പർട്ടിക്കുലർ സ്റ്റെപ്പ് എത്തുമ്പോൾ ഈ വാല്യൂസ് എക്സ് വൈ ഇസഡ് വാല്യൂസ് തൊട്ട് മുന്നിലത്തെ ഐട്രേഷനിലെ സെയിം വാല്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് വന്നാൽ ആ സ്റ്റെപ്പിൽ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് 3 or 4 ഡെസിമൽ പ്ലേസ് വരെ സെയിം ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. എക്സിൻ്റെ 2.4322 തന്നെയാണ് തൊട്ട് മുന്നത്തെ സ്റ്റെപ്പിൽ കിട്ടിയെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. വൈയുടെ വാല്യൂ അതേപോലെ ഇസഡ് വാല്യൂ റിപ്പീറ്റ് ചെയ്ത് വരുന്ന സ്റ്റെപ്പിൽ ഇത് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഈ പ്രോബ്ലം ആണെങ്കിൽ നമ്മളൊരു 5th ഐട്രേഷൻ വരെ ചെയ്ത് കഴിഞ്ഞാൽ സൊല്യൂഷൻ കിട്ടുന്നത് ഇങ്ങനെയാണ്. എക്സ് ഈക്വൽ ടു 2.4255 ആൻഡ് വൈ ഈക്വൽ ടു 3.5730. Z equal to 1.9132
9260. അപ്പോൾ നിങ്ങൾക്ക് ഈ 3 ഇക്വേഷൻസ് കാൽക്കുലേറ്ററിൽ ഫിക്സ് ചെയ്ത് വെച്ചിരുന്നാൽ വാല്യൂസ് ഇങ്ങനെ മാറ്റി മാറ്റി കൊടുത്തുകൊണ്ടിരുന്നാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഇത് എന്താണ് എക്സാമിന് ചോദിക്കുന്ന ഒരു ഷോർട്ട് ക്വസ്റ്റൻ ആണ്. ചെയ്യാൻ വളരെ ഈസിയാണ്. ഒരൊറ്റ കാര്യം കൊടുക്കുക, ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ആണോ കോഎഫിഷ്യന്റ് മെട്രിക്സ് എന്ന് മാത്രം ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇക്വേഷൻസ് റീഅറേഞ്ച് ചെയ്ത് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ആക്കി മാറ്റുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഗോസ് സീഡൽ ഐട്രേഷൻ മെത്തേഡ്. ഗോസ് എലിമിനേഷൻ ആൻഡ് ഗോസ് സീഡൽ ഐട്രേഷൻ മെത്തേഡ്. നമ്മുടെ 6th മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്.